നിങ്ങളുടെയൊക്കെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു ചെറിയൊരു പരിധി വരെയെങ്കിലും മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നുള്ളതാണ് റുപ്പി മങ്കിൻ്റെ വീഡിയോകളുടെയും അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് സർവീസിൻ്റെയൊക്കെ ഉദ്ദേശം. അതിൽ നമ്മളെപ്പോഴും പ്രധാനമായിട്ട് പറഞ്ഞു തരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ കടം അപകടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് താങ്ങാനാവാത്ത വിധത്തിലുള്ള കടം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പത്തിക അവസ്ഥ തകരാറിലാവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ കടങ്ങളെ പറ്റിയിട്ടല്ല. നമ്മൾ ഒരു കമ്പനിയിൽ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതൽ കടമുള്ള കമ്പനികളെ നമ്മൾ എന്തുകൊണ്ട് ഒഴിവാക്കണം, അല്ലെങ്കിൽ കടം ഇല്ലാത്തതോ കടം കുറഞ്ഞതുമായിട്ടുള്ള കമ്പനികളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിൻ്റെ കാരണങ്ങളും അങ്ങനെ കടമില്ലാത്ത കമ്പനികൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. റുപ്പി മങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി മങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും സാധാരണക്കാർക്ക് പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം നൽകുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ റുപ്പി മങ്ക്. ആദ്യമേ ഒരു കാര്യം പറയാം, കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനേജബിൾ ലെവലിലുള്ള ഒരു കടമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പല ആളുകളെയും അല്ലെങ്കിൽ പല കമ്പനികളെയും ഒരു ഫിനാൻഷ്യൽ ഉന്നതിയിലേക്ക് നയിക്കാനായിട്ടുള്ള കപ്പാസിറ്റിയുള്ളൊരു സാധനം തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് മുതൽ മുടക്കാനായിട്ട് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ മറ്റൊരു ആളുടെ അടുത്തുനിന്ന് ചെറിയൊരു ശതമാനത്തിന് നമ്മൾ കടം വാങ്ങുകയും ബിസിനസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കൂടിയ ഒരു നേട്ടം നേടിക്കൊണ്ട് ആ കടം തിരിച്ചടയ്ക്കുക, കൂടുതൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സ്ട്രാറ്റജി വിജയിച്ച പല ബിസിനസ്സുകാരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇതുപോലെ ചെറുകിട്ടൊരു സംരംഭമായിട്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെറിയ ചെറിയ കടങ്ങൾ എടുക്കും, എന്നിട്ട് അത് ബിസിനസ്സിലിട്ടുകൊണ്ട് അതിൻ്റെ ഇരട്ടിയോ അതിൻ്റെ 3 ഇരട്ടിയോ ഒക്കെ ലാഭം നേടിക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസോ നടത്തുന്നതിന് നമുക്ക് കടമില്ലാതെ ചിലപ്പോൾ നടത്താനായിട്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ കടം മാനേജബിളായിട്ടുള്ള ലെവലിലല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കടം കമ്പനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾക്കല്ല ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കമ്പനിയെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ 2-3 പേരുടെ പേര് നിങ്ങൾക്കിപ്പോൾ മനസ്സിലോടി വരുന്നുണ്ടാവും. അതായത് കിങ്ഫിഷറിൻ്റെ ഉടമ വിജയ് മല്യ, അല്ലെങ്കിൽ നീരവ് മോദി, അതുപോലെ ഉള്ള കുറേ പേരുടെ മുഖങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വരുന്നുണ്ടാവും. അവരൊക്കെ ചെയ്തിട്ടുള്ളത് ബിസിനസ് വളർത്താൻ എന്നുള്ള രീതിയിൽ മേടിച്ച കടങ്ങൾ മറ്റുള്ള ആവശ്യങ്ങൾക്കും മറ്റുള്ള ദൂർത്തുകൾക്കുമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു പാളിച്ചയായിട്ട് ഞാൻ കാണുന്നത്. അതേസമയം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ചെറിയ അളവിലുള്ള ഒരു കടം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനികൾ വിജയിക്കാറുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി കടമില്ലാത്ത അല്ലെങ്കിൽ കടം തീരെ കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കുറേ നേട്ടങ്ങൾ അഡീഷണലായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി കടമെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് കരുതുക. അത് വലിയൊരു കടമുണ്ട്, ഒരു 1000 കോടി രൂപ അവർക്ക് ഒരു വർഷം കടത്തിൻ്റെ പലിശയ്ക്കായിട്ട് മാത്രം മാറ്റി വയ്ക്കണമെന്ന് കരുതുക. അതേസമയം മറ്റൊരു കമ്പനിയുണ്ട്, അവർക്ക് ചെറിയൊരു കടമാണുള്ളത്, അവർക്കൊരു 100 കോടി രൂപ ഒരു വർഷം കടത്തിനായിട്ട് തിരിച്ചടയ്ക്കണമെന്നും കരുതുക. ഒരാൾക്ക് 1000, ഒരാൾക്ക് 100. 2 കമ്പനിയും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് 2 കൂട്ടർക്കും 2000 കോടി രൂപ ലാഭം കിട്ടിയെന്നും കരുതുക. അപ്പോൾ ആദ്യത്തെ കമ്പനിയുടെ 2000 കോടി രൂപയിൽ നിന്ന് 1000 കോടി രൂപ എങ്ങോട്ട് പോകും? കടത്തിൻ്റെ പലിശ അടയ്ക്കാനായിട്ട് പോകും, അല്ലേ? അതേസമയം രണ്ടാമത്തെ കമ്പനിയിൽ എങ്ങനെയാണ്? ഈ 2000-ൽ നിന്ന് 100 പോവുള്ളൂ, ബാക്കി 1900 അവിടെ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കമ്പനിയുടെ ഒരു അറ്റ ആദായം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 കോടി രൂപ മാത്രമായിരിക്കും, മറ്റാൾക്ക് 1900 കോടി ഉണ്ടായിരിക്കും. ഉണ്ടാകുന്ന ഒരു അഡീഷണൽ നേട്ടം ആ കമ്പനിക്ക് പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡർമാർക്ക് തിരികെ കൊടുക്കുന്നതിനായിട്ടോ ഒക്കെ ഉപയോഗിക്കാനും സാധിക്കും, അല്ലേ? അതേസമയം തന്നെ ഈ ആദ്യത്തെ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ എന്താണ്, അവർക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കില്ല, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഒരു കമ്പനിക്ക് കടം കൂടിയാലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് കമ്പനിയുടെ ഒരു വികാസത്തിന് ഈ കടവും കടത്തിന്മേൽ കൊടുക്കേണ്ട പലിശയും കമ്പനിയെ വളരെ
ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ സ്റ്റോക്കുകളും കടം കുറഞ്ഞതോ അല്ലെങ്കിൽ കടം ഇല്ലാത്തതുമായിട്ടുള്ള കമ്പനികളാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് സ്ക്രീനിങ് ആപ്ലിക്കേഷനാണ് ടിക്കർടേപ്പ് എന്നാണ് അതിൻ്റെ പേര്. ആ ടിക്കർടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കടമില്ലാത്ത കമ്പനികൾ, അതേസമയം നല്ല ഗ്രോത്ത് തരുന്ന കമ്പനികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ ക്വിക്കായിട്ടുള്ളൊരു ഡെമോ കണ്ടു കഴിഞ്ഞാൽ കടമില്ലാത്ത കമ്പനികൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതേസമയം ഗ്രോത്ത് ഉള്ള കമ്പനികൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ഡെമോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ടിക്കർടേപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ടിക്കർടേപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്കുകളും ഒരു ലിസ്റ്റ് ഓഫ് ഫിൽറ്ററുകളും കാണിക്കും. അതിലെ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കടത്തിൻ്റെ പാരാമീറ്റർ എന്നുള്ള നിലയിൽ ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ സെലക്ട് ചെയ്യുക. ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടത്തിൻ്റെ ഒരു അളവാണ്. എപ്പോഴും ഒരു 10% അതിൽ താഴെയൊക്കെ ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനികൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 10% ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. 10% അതിൽ താഴെയോ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ ഫിൽറ്ററായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭം അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര തവണ നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരു കമ്പനിയുടെ ഒരു കടത്തിന്മേൽ അടയ്ക്കേണ്ട പലിശയുടെ 10 അതിൽ കൂടുതലോ ഇരട്ടി ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 10 അതിൽ കൂടുതലോ ആക്കി സെറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിക്കാറുള്ള അടുത്തൊരു പാരാമീറ്റർ എന്താണ്? ROCE ആണ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ക്യാപിറ്റലിന്മേൽ എന്തുമാത്രം റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതെപ്പോഴും നമ്മളൊരു 20 അതിൽ കൂടുതലോ ആക്കി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. പിന്നെ നാലാമത്തെ ഒരു പാരാമീറ്റർ കൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ EPS ഗ്രോത്ത്, 5 വർഷത്തെ EPS ഗ്രോത്ത്. അതായത് ഷെയറിന്മേൽ ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിനെയാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുക. ആ ഷെയറിന്മേൽ ഉണ്ടാകുന്ന മൂല്യത്തിൻ്റെ വർധനവ് ലാസ്റ്റ് 5 വർഷമായിട്ട് 20% അതിൽ കൂടുതലോ ഉള്ള കമ്പനികളെ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ 4 ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് കമ്പനികൾ കിട്ടും. അത് കടമില്ലാത്ത എന്നാൽ ഗ്രോ ചെയ്യുന്ന, നല്ല ഗ്രോത്ത് കാണിക്കുന്ന, കടത്തിന്മേൽ പലിശ കുറവ് മാത്രം കൊടുക്കേണ്ട തരത്തിലുള്ള കമ്പനികളാണ്. ആ കമ്പനികളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ കമ്പനിയുടെ മറ്റുള്ള പ്രോപ്പർട്ടികളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു കടം കുറഞ്ഞിട്ടുള്ള എന്നാൽ ഗ്രോത്ത് ഉള്ള കമ്പനികൾ കണ്ടുപിടിക്കുക. ഇതിലെ പല ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതേസമയം തന്നെ ടിക്കർടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പ്രോ വേർഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫീച്ചേഴ്സ് വളരെ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ഒക്കെ നടത്തുന്നവർക്ക് പ്രോ ഫീച്ചർ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കടം ഉള്ള കമ്പനികളും കടമില്ലാത്ത കമ്പനികളും എങ്ങനെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നേട്ടം തരുന്നു എന്നുള്ളത്. കടമില്ലാത്ത കമ്പനികളിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടിയ നേട്ടം തരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കടമില്ലാത്ത കമ്പനികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് ടിക്കർടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 8848030018 ആണ് നമ്പർ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാകാൻ സാധ്യതയുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.